السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാഹ്. വഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ. അസ്സലാമു അലൈക്കും. മണ്ണിൽ നല്ലൊരു ദീനുണ്ട്, ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട് മുഹമ്മദ് യാ നബിയുള്ളാഹ്, മുഹമ്മദ് യാ നബിയുള്ളാഹ്. മണ്ണിൽ നല്ലൊരു ദീനുണ്ട്, ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട് മുഹമ്മദ് യാ നബിയുള്ളാഹ്, മുഹമ്മദ് യാ നബിയുള്ളാഹ്. നേരിൽ തീർത്തൊരു വഴിയുണ്ട്, നിത്യദർശനമൊന്നുണ്ട്, അല്ലാഹ് കൊടുത്ത കലാമുണ്ട്, ഖുർആനുൽ അളീമുണ്ട്, ഫർഹാത്തുൽ തിരുനൂറിന്. നേരിൽ തീർത്തൊരു വഴിയുണ്ട്, നിത്യദർശനമൊന്നുണ്ട്, അല്ലാഹ് കൊടുത്ത കലാമുണ്ട്, ഫുർഖാനുൽ അളീമുണ്ട്, ഫർഹാത്തുൽ തിരുനൂറിന്. അസ്സലാമു അലൈക്കും. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ. നബി നബി ഉദവിൽ കലാം കലാം പ്രഭാവേ. പ്രഭാമയം കിരണം പ്രപഞ്ചവിധാനം പ്രവാചക പ്രഭുവേ പ്രചോദനം വിധാനം. പ്രഭാമയം കിരണം പ്രപഞ്ചവിധാനം പ്രവാചക പ്രഭുവേ പ്രചോദനം വിധാനം. ആദരക്കനിമരം റസൂലേ ആഫരം തരും വരം ഹയറാം സബീലേ. ആലമിൻ അനുഗ്രഹം നൂറേ ജമാലേ. അലമുൽ ഹുദാനിധി ലംഘും ജമാലേ. ആദരക്കനിമരം റസൂലേ ആഫരം തരും വരം ഹയറാം സബീലേ. ആലമിൻ അനുഗ്രഹം നൂറേ ജമാലേ. അലമുൽ ഹുദാനിധി ലംഘും ജമാലേ. ആലമിൻ അനുഗ്രഹം. ആഘോഷിക്കുന്ന സുദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിനയസ്മരണത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സൃഷ്ടികളിൽ ഏറ്റവും വിനയസ്മയമുള്ളതായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിനയം കൊണ്ട് ലോകം വരെ കീഴടക്കാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം പ്രകടമാക്കുന്ന അല്പം വാക്ക് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. പല വേളകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നീര് വന്ന് കെട്ടി വീർക്കുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കാരം നിർവഹിച്ചു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, താങ്കൾക്ക് അല്ലാഹു വരാൻ പോണതുമായ കഴിഞ്ഞുപോയതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടേ ആയിഷ. തീർന്നില്ല, ബദറിലേക്കുള്ള യാത്രയിൽ മൂന്ന് പേർക്ക് ഓരോട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി റളിയല്ലാഹു അൻഹുവും മർസൂർ റളിയല്ലാഹു അൻഹുവും മാറി മാറി സഞ്ചരിച്ചു. തന്റെ ഊഴമെത്തിയപ്പോൾ ഇരു സ്വഹാബികളും പറഞ്ഞു, താങ്കൾ ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിച്ചോളൂ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്, മാത്രമല്ല നിങ്ങളെ പോലെ റബ്ബിന്റെ കൂലി ഞാനും ആഗ്രഹിക്കുന്നു.
പ്രിയമുള്ളവരെ, ഇത്രയും വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഏതെങ്കിലും ലോക നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും എണ്ണിക്കണക്കാക്കാൻ പറ്റാതെ സാധിക്കാത്ത വിധം വിനയസ്നേഹം കൊണ്ട് ധന്യമാക്കിയായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.